ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബീരാനിക്കാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ദൈവമേ, ആരെങ്കിലും പിടികൂടി കഴിഞ്ഞാൽ പണിയാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അപ്പോൾ ബീരാനിക്കയെ തേടി ഒരു ചെറുക്കൻ വരികയാണ്. ഇത് എന്താ ബീരാനിക്ക, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ? നിങ്ങൾ ഫ്രെഡിയുടെ അമ്മാവനല്ലേ? എന്നിട്ട് എന്തൊരു ഫോട്ടോ പോലെ എടുക്കാൻ വരാത്തതേ? അതേ ഫ്രെഡി അന്വേഷിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വന്നണ്ടേ അമ്മാവ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുക. അയ്യോ ഞാൻ വന്നോളാം, ഇപ്പം അങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ വന്നാൽ ശരിയാവൂല. ഫോട്ടോ എടുക്കാൻ വന്നാൽ ശരിയാവില്ലെന്നോ? അവിടെ ഫാമിലി ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മാവൻ വേണ്ടേ? അമ്മാവൻ ഇങ്ങോട്ട് വന്നേ അമ്മാവ എന്ന് വിളിക്കുകയാണ് ആ ചെറുക്കൻ. പറഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ എടുത്തോളാന്നേ, എനിക്കിപ്പോൾ ധൃതിയൊന്നുമില്ല, ഞാൻ പിന്നീട് വന്നെടുത്തോളാം, നിങ്ങൾ അവിടെ നിൽക്കണ്ടേ, നിങ്ങൾ ഇങ്ങോട്ട് വന്നണ്ടേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ബീരാനിക്കയെ വലിച്ചഴിച്ചുകൊണ്ട് വരിക. അപ്പോൾ ദാ നിൽക്കട നമ്മുടെ ശ്രുതിയൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് ശ്രുതിയോട്, നമുക്ക് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോഴും ഗിഫ്റ്റോ? എന്തിന് ഗിഫ്റ്റ് കൊടുക്കണം? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്താണ് ശ്രുതി പറയുന്നത്? കല്യാണത്തിന് വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കാണ്ട് പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുക. അത് പിന്നെ അച്ഛൻ കൊടുക്കുന്നുണ്ടല്ലോ, അതൊക്കെ മതി, അത് പോരാ, നമ്മളും എന്തെങ്കിലും കൊടുക്കണം. അതെ, പെണ്ണിനെ മേക്കപ്പ് ചെയ്തത് ആരാണ്? ഞാൻ. നീ പൈസ വല്ലതും മേടിച്ചായിരുന്നു അവരുടെ കയ്യിൽ നിന്ന്? ഇല്ല, ഞാൻ ഫ്രീ ആയിട്ടാ പെണ്ണിനെ മേക്കപ്പ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ പെണ്ണിന് കല്യാണ ഗിഫ്റ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതങ്ങോട്ട് അതിൽ കണക്ക് കൂട്ടിക്കോളും. എൻ്റെ പൊന്നു ശ്രുതി, തന്നെ കൊണ്ടേ വല്ലാത്തൊരു മേട് തന്നെയാണ്, ഇങ്ങനെ കഞ്ച പിശുക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബീരാനിക്ക് വരികയാണ്. അപ്പോൾ ബീരാനിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷനായി. ദൈവം, ഇനി അങ്ങനെ ഇവർ കണ്ടു കഴിഞ്ഞാൽ പണി പാടുമല്ലോ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ബീരാനിക്ക് എന്ത് ചെയ്തു, ഈ കൂടെ വന്ന ചെറുക്കനാണെങ്കിൽ താൻ പൊയ്ക്കോ, ഞാൻ ഏതായാലും ഫോട്ടോ എടുത്തോളാം. ശരി ചേട്ടാ, എന്നാൽ ഞാൻ പൊയ്ക്കോളാം. അങ്ങനെ ഈ കുറേ കസാര എടുത്തിട്ട് മുഖം മറച്ചുകൊണ്ട് കസാര ചുമന്നുകൊണ്ട് പോകുന്ന ആളായിട്ട് പോവുകയാണ്. പക്ഷേ നമ്മുടെ ശ്രുതി ഇയാളെ കണ്ടപ്പോൾ എവിടെയോ കണ്ടൊരു പരിചയമുണ്ടല്ലോ, ഇത് എവിടെയാണെന്ന് ഓർക്കുന്നുമില്ലല്ലോ എന്നും വിചാരിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ബീരാനാണെങ്കിൽ അവരുടെ ഒപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ അതേ നിൽക്കുന്നു സച്ചിൻ രേവതിയും. ഇവർ രണ്ടുപേരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ സച്ചിൻ രേവതി ഇവരെ കാണുന്നുമില്ല. അപ്പോൾ നമ്മുടെ ബീരാനിക്കാണെങ്കിൽ ബീരാനിക്കോട് ചോദിക്കണം, എടാ നീ ഇത് എവിടെ പോയി കിടക്കുകയാണെടാ? ചെറുക്കൻ്റെ അമ്മാവനാണെന്നും പറഞ്ഞു നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ ഒരു കാര്യത്തിനും കിട്ടൂല, നീ ഇവിടെ ഒന്ന് നിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് എന്നും പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഫോട്ടോ എടുത്തോ? വേണ്ട, നിങ്ങൾ അമ്മാവനും മരുമകനും ഒന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് 3 നേരം ഫോട്ടോ നടത്തും. അപ്പോൾ പക്ഷേ നമ്മുടെ ബീരാനിക്കയുടെ നോട്ടം മുഴുവൻ വേറൊരിടത്താണ്. ഇത് എന്താ അമ്മാവ, ഒന്ന് നേരെ നിൽക്കുക, ഒന്ന് ചിരിക്കുക, ഒന്ന് ഫോട്ടോ എടുക്കട്ടെ. മനസ്സമാധാനം ഇല്ലാതെ ആ പാവം അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞ് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അത് ഇനി പിന്നെ എടുക്കാം ഫോട്ടോ എന്ന് പറഞ്ഞ ഒറ്റ ഓട്ടമാണ്. എൻ്റെ ദൈവമേ, എനിക്കെൻ്റെ പെങ്ങളുമോ കല്യാണമായിട്ട് പോലും ഒരു രക്ഷയില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും? എനിക്കിനി ഒരു രക്ഷയില്ല, ഞാൻ നിൽക്കുന്നുണ്ട്. ഒരു പെണ്ണ് കാരണം മനുഷ്യൻ്റെ സമാധാനം ഇല്ലാതെയായി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സച്ചിയെ തകർക്കാൻ വേണ്ടി രണ്ടെണ്ണം അവിടെ പുറപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ എടാ, അവൻ എവിടെയെങ്കിലും കണ്ടോ? ഏതായാലും മണ്ഡപത്തിൻ്റെ മുന്നിലൊക്കെ ഉണ്ടാകും, നമുക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവനെ പിടികൂടാം. പക്ഷേ ഈ സമയത്ത് അവനിട്ട് കൊടുക്കുന്നത് ശരിയല്ല. ഇതൊക്കെ ഈ ചടങ്ങുകളൊക്കെ ഒന്ന് കഴിയട്ടെ, അവൻ എൻ്റെ കയ്യിൽ തന്നെ കിട്ടും. അവനിട്ട് നല്ലത് കൊടുക്കണം എനിക്ക്, എന്നാലേ എനിക്ക് ശരിയാവുള്ളൂ, ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും മുന്നിട്ട് തന്നെ ഇറങ്ങുക. ഈ സമയം തന്നെ നമ്മുടെ കല്യാണ പെണ്ണിനെ കാണിക്കുകയാണ്. അപ്പോൾ കല്യാണ പെണ്ണിനോട് ബാക്കിയുള്ളവരൊക്കെ ചോദിക്കണം, എടീ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളെ മറക്കോടി എന്ന് ചോദിച്ചപ്പോഴേക്കും, അങ്ങനെ മറക്കുന്നവളാണോ ഈ മഞ്ജു? അങ്ങനെയൊന്നും മറക്കുകയൊന്നുമില്ല. അതെ, നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, ഏത് കാര്യത്തിനും എല്ലാ കാര്യത്തിനും നിങ്ങൾ എൻ്റെ ഒപ്പം കൂടെ നിന്നല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു നന്ദിയൊക്കെ നിങ്ങളോട് ഉണ്ടാകും എന്നൊക്കെ മണവാട്ടിയും പറയാം. അങ്ങനെ കല്യാണപ്പന്തലിലേക്ക് കയറാനുള്ള ആ സമയമായി വരികയാണ്. കല്യാണപ്പന്തലിലേക്ക് സമയമായി വന്നപ്പോഴേക്കും രേവതിയും സച്ചിയും ഒക്കെ അവിടെ കല്യാണപ്പന്തലിൽ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രവിയുടെ അടുത്തേക്ക് പോയി സച്ചി ഇരിക്കുക. അപ്പോൾ സച്ചി ഓരോ കാര്യങ്ങളും രവിയോട് ചോദിക്കുകയാണ്. ആ സമയത്താണ് 2 ഗുണ്ടകൾ വരുന്നത്. സച്ചിയോട് പ്രശ്നം ഉണ്ടാക്കണമെന്നും വിചാരിച്ചുകൊണ്ട് തന്നെ വരിക. അങ്ങനെ ഇവർ വന്നിട്ട് അവിടെ ഇങ്ങനെ ഈ സച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ അടുത്തേക്ക് പോയി ഇരിക്കാനുള്ള ശ്രമം. സച്ചിയാണെങ്കിൽ ഇവരെ കാണുന്നുമില്ല. രവിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് സച്ചി സംസാരിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർ വന്ന് നിൽക്കുന്ന രംഗമാണ് കാണുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുറിച്ച് നോക്കുന്നുണ്ട്. എടാ, അവൻ നമ്മളെ പേടിച്ച മട്ടില്ല, അതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ വരാത്തത്. പക്ഷേ എന്നാലും അവനെ അങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റില്ലല്ലോ, അവനിട്ട് 2 കൊടുക്കണ്ടേ, കൊടുക്കാതെ എൻ്റെ കൈയുടെ തരിപ്പങ്ങോട്ട് മാറില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ രേവതിയെ കാണിക്കുകയാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 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 നടക്കുക. അപ്പോൾ ശ്രീകാന്തും വർഷയും ഒക്കെ സച്ചിൻ്റെ അടുത്ത് വന്നിരിക്കണം. അപ്പോൾ രേവതി വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് കുറച്ചും കൂടി നീങ്ങിയിരുന്നേ ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കല്യാണ പന്തലിലേക്ക് നമ്മുടെ മണവാട്ടി പെണ്ണും ചെറുക്കനും ഒക്കെ മണ്ഡപത്തിൽ കയറി ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് അമ്മാവനെ കാണാനില്ല. ഇത് ഇവനിത് എവിടെ പോയി കിടക്കുകയാണ്, ഒന്ന് വിളിച്ചോണ്ട് വന്നേ. ഞാനിപ്പോൾ വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ബിരിയാണിക്കെ തേടി ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്കും ബിരിയാണിക്ക് അടുക്കളയിൽ തന്നെ നിൽക്കുക. ഇതെന്താണ് ഈ അടുക്കളയിൽ തന്നെ നിൽക്കുന്നത്? കല്യാണം ആവാറായി എന്നിട്ട് പോലും ഇവിടുത്തെ നിൽക്കണം. അത് പിന്നെ അതേ അടുക്കള കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, വേണ്ട വിധത്തിൽ എല്ലാവർക്കും സദ്യകളെല്ലാം വിളമ്പാനുള്ളതല്ലേ. അപ്പോൾ ഒന്നിനും ഒരു കുറവും വരാനായിട്ട് പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ നിൽക്കുന്നത്. വേണ്ട അതെ, ഇതൊക്കെ പിന്നീട് ആരെങ്കിലും നോക്കിക്കോളും. അമ്മ വന്നണ്ടേ? അയ്യോ ഞാൻ വന്നോളാന്നേ. വേണ്ട ഇങ്ങോട്ട് വന്നേ എന്ന് വിളിച്ചുകൊണ്ട് ഈ അമ്മാവനെ വിളിച്ചുകൊണ്ട് വന്ന ആ കല്യാണ മണ്ഡപത്തിൻ്റെ മുന്നിലെത്തി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒത്തുകൂടി ഇങ്ങ് നിൽക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പേടി തോന്നുക. അപ്പം നമ്മുടെ ബീരാനാണെങ്കിൽ ദൈവമേ ഞാനിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി എന്നെ മണ്ഡപത്തിൽ നിന്ന് വലിച്ചിറക്കി ഇങ്ങോട്ട് താഴേക്ക് കൊണ്ടുവന്ന് നല്ല അടി അടിക്കും. അതിനേക്കാൾ നല്ലത് ഞാനൊന്ന് സൈലൻ്റായി ഇരിക്കുന്നതായിരിക്കും. ഇപ്പം ഏതായാലും അങ്ങോട്ട് ചെല്ലാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ താനേതായാലും ചെല്ല്, ഞാൻ കയറി പൊയ്ക്കോളാം. ശരി ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചെറുക്കൻ പോവുകയാണ്. അപ്പോൾ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും ആ കല്യാണ ചടങ്ങ് അവിടെ നടക്കുകയാണ്. പെണ്ണിൻ്റെ കഴുത്തിലേക്ക് താലിയും കിട്ടണം. ആ താലികെട്ടൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ബിരാന് ഭയങ്കര സങ്കടം തോന്നുക. കാരണം തൻ്റെ ആൾക്കാരുടെ കല്യാണമായിട്ട് പോലും തനിക്കൊന്ന് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സങ്കടം തോന്നുകയാണ്. എൻ്റെ അനന്തരവനാണല്ലോ, എന്നിട്ടും ഒന്ന് അനുഗ്രഹിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ദൈവമേ. അങ്ങനെ സങ്കടപ്പെട്ട് അങ്ങോട്ട് മാറിപ്പോവുക. അവർക്ക് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് എല്ലാം കൊണ്ട് അവസാനിച്ചല്ലോ, ബിരാൻ ആരും കണ്ടെത്തിയില്ല എന്നൊരു സമാധാനത്തോടു കൂടി തന്നെയാണ് ശ്രുതി നിൽക്കുന്നത്. അപ്പോൾ ശ്രുതിയും ഒക്കെ പാഞ്ഞിങ്ങ. അപ്പോൾ ശ്രുതി പറയാണ്, എടാ സച്ചി ഭക്ഷണം കഴിക്കണ്ടേടോ. കഴിഞ്ഞതിന് ചടങ്ങ്, അതിനു മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചിയും ചന്ദ്രയും ബാക്കി എല്ലാവരും കൂടി ഒന്നിച്ചു കൂടുക. അപ്പോൾ ഒന്നിച്ചു കൂടി കഴിഞ്ഞപ്പോഴേക്കും എടാ ഇനിയിപ്പോൾ കല്യാണ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു, ഇനി നമുക്ക് ഫുഡ് കഴിച്ചാലോ? അയ്യോ അച്ഛാ ഞാനത് പറയാനിരിക്കുകയായിരുന്നു ശ്രുതി എന്ന് പറയാ. എൻ്റെ പൊന്നച്ഛ, ഇവ വന്നപ്പോൾ മുതൽ ഫുഡ് കഴിക്കണ്ടേ ഭക്ഷണം കഴിക്കണ്ടേ എന്നും ചോദിച്ചുകൊണ്ട് പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇവൻ ഇനി അണ്ണാക്കിലോട്ട് എന്തെങ്കിലും പോയില്ലെങ്കിലേ ഇവനൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവൻ്റെ അണ്ണാക്ക് ആദ്യം നടക്കാം എന്നും പറഞ്ഞ് ഇവർ സദ്യ കഴിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുക. അപ്പം എല്ലാവരും നിരന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവർക്കൊക്കെ ഭക്ഷണം വിളമ്പുകയും ചെയ്യണം. പക്ഷേ ബീരാനിക്കക്ക് മാത്രം ഒരു മനസമാധാനം ഇല്ല നിൽക്കുക. ഒന്ന് അവർ രണ്ടുപേരും അനുഗ്രഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ബീരാനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് കാണണമല്ലോ പോകുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെ ബീരാൻ നേരെ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ശ്രുതിയുടെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി കോൾ എടുക്കുന്നില്ല. അപ്പം രവിയാണെങ്കിലും മോളെ നീ എന്താ കോൾ എടുക്കാത്തത്? നിന്നെ കുറേ നേരം ആരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഫോൺ എടുക്ക്. എടുക്കാങ്കളെ ഇപ്പം തന്നെ എടുക്കുക. എങ്കിൽ പിന്നെ എടുക്ക്, എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്, എടുക്ക് എന്ന് പറയാ. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ എടുത്തിട്ട് മീര എന്താ മീര? ആണോ? അത് ശരി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എണീറ്റ് പോവാണ്. അപ്പോൾ ഇതെന്താ ഫോൺ എടുത്തുകൊണ്ട് പോയത് സദ്യയൊന്നും കഴിക്കാതെ? അപ്പോൾ വർഷയാണെങ്കിൽ എന്തോ രഹസ്യമുണ്ട്, അതുകൊണ്ടാ ഫോൺ എടുത്തുകൊണ്ട് മാറിപ്പോയി സംസാരിക്കുന്നത്. ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ പിന്നെ അവൾക്ക് അങ്ങനെ രഹസ്യങ്ങളൊന്നുമില്ല, അവൾ അങ്ങനെ കള്ളം ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളൊന്നുമല്ല, അവൾക്ക് ഒരു രഹസ്യമില്ല ഞങ്ങളെ മറച്ചുകൊണ്ട്. ഇത് കേട്ട സച്ചിൻ്റെ അവധി ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. ഇപ്പം സച്ചി ആണെങ്കിൽ രഹസ്യങ്ങളൊന്നുമില്ല. ശരിക്കും വിശദമായിട്ട് അറിഞ്ഞാൽ മാത്രമേ രഹസ്യങ്ങളുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പം രഹസ്യങ്ങളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞ് സമാധാനിച്ചങ്ങോട്ട് ഇരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ബീരാനെ വിളിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ തിരിതിരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടേന്നോ? മര്യാദക്കേ ഇപ്പം കല്യാണമെല്ലാം കഴിഞ്ഞല്ലോ, നിന്റെ ഫാമിലിയെ കൂട്ടിക്കൊണ്ട് പോയിക്കോ. ഇതേ എൻ്റെ വീട്ടിലെ കല്യാണം, എനിക്കൊരു ചടങ്ങിന് പോലും കൂടാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് നിൽക്കുകയാണ്. മര്യാദക്ക് വിളിച്ചുകൊണ്ട് പോയിക്കോ. മതി, സദ്യ എല്ലാം കഴിച്ചു കഴിഞ്ഞല്ലോ, നിന്റെ വയറ് നിറഞ്ഞില്ലേ, നീ പോകാൻ നോക്ക്. അങ്ങനെ പോകാനൊന്നും പറ്റില്ലെന്നോ? എന്തൊക്കെയാണ് നീ പറയുന്നത് എന്ന് ചോദിക്കണം. അതെ, അങ്ങനെയൊന്നും പോകാനൊന്നും പറ്റില്ല. ഈ അശോകരങ്ങളും പിന്നെ എൻ്റെ അങ്കളും അവർ രണ്ടല്ല ഒന്നാ. അപ്പം അതുകൊണ്ട് മറ്റുള്ളവർ സദ്യ കഴിച്ച് ഉടനെ പോകുന്നത് പോലെ
അങ്കിൾ അങ്ങനെ പോകേന്നുമില്ല സദ്യ കഴിച്ച്. അവർ സംസാരിക്കും, ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമേ അവർ അവരുടെ ഫാമിലിയും കൂടി പോകുള്ളൂ എന്നൊക്കെ പറയാം. ഇത് കേട്ട ബീരാനാണെങ്കിൽ തലക്കും കൈവശം നിൽക്കുകയാണ്. നിനക്ക് എന്താ ചെയ്യേണ്ടത്? ഇത്രയും ഉപകാരങ്ങൾ ചെയ്തു, എന്നിട്ട് പോലും എനിക്ക് ദ്രോഹമായിട്ടാണല്ലോ മാറുന്നത്. എൻ്റെ അനന്തരാമനെ ഒന്ന് അനുഗ്രഹിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലോ. ഈ കല്യാണത്തിന് പോലും മര്യാദക്ക് എനിക്ക് കൂടാൻ പറ്റില്ല. ശ്രുതി എത്രയും പെട്ടെന്ന് അവരെയും വിളിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ ഞാനിവിടെ പ്രശ്നം ഉണ്ടാകും. ഇത് കേട്ട ശ്രുതി ആകെ ഞെട്ടി നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.